ചെറിയ കാറ്റിൽ ആടിയുലയുന്ന പുഷ്പം അതെന്നോട് എന്തൊക്കെയോ മന്ത്രിക്കുന്നു എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഞാനും ചോദിച്ചു തുടങ്ങി, നിനക്കിത്ര സൗന്ദര്യം എങ്ങനെയാണ് ലഭിച്ചത്? നീ എങ്ങനെയാണ് ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് ഭംഗിയായി? ഞാൻ പലപ്പോഴും ഈ ചോദ്യം, അതിൻ്റെ രഹസ്യമൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവൾ മൊഴിഞ്ഞത് പൂർണ്ണമായും അവളുടെ ഭാഷയിലായിരുന്നു. ഞാൻ പലതവണ ശ്രദ്ധിച്ചു. വളരെ നേരം അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു തരത്തിലും എനിക്ക് ആ ഭാഷകൾ മനസ്സിലാവുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായതായി തോന്നി. കാരണം ഓരോ ചലനത്തിലും അതിൻ്റെ ഒരു സന്തോഷം നിറഞ്ഞു കാണുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി അവളുടെ ഭാഷ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ധ്യാനത്തിൻ്റെതുമൊക്കെയാണ്. അതാണ് അതിൻ്റെ വലിയ മഹാമൗനത്തിൻ്റെ ഭാഷ. ആ ഭാഷ മനസ്സിലാക്കുവാനായി എനിക്ക് മൗനത്തിലേക്ക് പോവേണ്ടതുണ്ടായിരുന്നു. ഞാനും മെല്ലെ മൗനത്തിലേക്ക് പോയി. പറയുന്നതെല്ലാം എനിക്ക് വ്യക്തമായിരുന്നു. രഹസ്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. എൻ്റെ ഉള്ളിൽ ധ്യാനത്തിൻ്റെ ആ സുഗന്ധം നിറഞ്ഞു കവിഞ്ഞു. എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ വിടരുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ധ്യാനത്തിൻ്റെ അതേ സുഹൃതം, ധ്യാനത്തിൻ്റെ അതേ സുഗന്ധം. ഞാൻ എന്നിൽ തന്നെ വിരിഞ്ഞുണരുകയായി. ആ സന്തോഷം അവളോ ആസ്വദിച്ചിരിക്കുന്നത് കണ്ടില്ലേ? നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. ഹാവ് എ ഗ്രേറ്റ്